എസ്തെറ്റിക് സെൻസ്, സൗന്ദര്യബോധം, അത് വ്യക്തിനിഷ്ഠമാണെങ്കിലും ഒരാളുടെ സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ് ഇമ്മാനുവൽ കാന്റ് പറയുന്നത്. ഇതിനെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. സൗന്ദര്യം ഒരു ബാഹ്യ വസ്തുവല്ല. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഒരാൾ അനുഭവിക്കുന്നു എന്ന നിലയിൽ ആ അനുഭൂതി അയാളുടേതാണ്. എന്നാൽ അയാൾക്കുണ്ടാകുന്ന സൗന്ദര്യാനുഭൂതി അതേ രീതിയിൽ മറ്റുള്ളവർക്കും അനുഭവിക്കാനാവും. അങ്ങനെ സൗന്ദര്യാസ്വാദനം ഒരേ സമയം പേഴ്സണലൈസ്ഡും ജനറലൈസ്ഡും ആകുന്നു. ഈ പ്രായം തെറ്റിയ പ്രായത്തിൽ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത് പഠിക്കാൻ വേണ്ടിട്ടല്ലേ? അത് മാത്രം പറയരുത് മോളെ. ടീച്ചറെ, പഠിച്ച് വലിയ നിലയിലെത്തുമെന്ന വലിയ പ്രതീക്ഷയോടെ ഞങ്ങളുടെയൊക്കെ ഭാര്യമാരും കുട്ടികളും ഇല്ലാത്ത കാശുണ്ടാക്കി ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നത്. വിശ്വാസമായില്ലെങ്കിൽ ടീച്ചർ ഒന്ന് കേട്ടു നോക്ക്. ഇവന്റെ മോൻ ഇവനെ എഴുതിയ കത്ത പെടറാ. ഒരു സെക്കൻഡ്.